പ്രൈസ് ദി ലോർഡ്. മുഴുവൻ സഭകളും തെറ്റായി പഠിപ്പിക്കുന്ന ചില വിഷയങ്ങൾ നോക്കുന്നതിൽ മറ്റൊരു ഭാഗം, പുരോഹിതന്മാരോടും വിശ്വാസികളും സ്തോത്രം പറയുന്നു. ഇന്ന് കാണുന്ന എല്ലാ വിശ്വാസികളും പുരോഹിതന്മാരെ കാണുമ്പോഴത്തേക്ക് സ്തോത്രം പറയും, പുരോഹിതൻ വിശ്വാസികളെ കാണുമ്പോൾ സ്തോത്രം പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും സ്തോത്രം പറയാണ്. അങ്ങനെ പാടുണ്ടോ എന്ന് നോക്കാം. കാര്യം മുഴുവൻ സഭകളും വചനവിരുദ്ധമായിട്ടാണ് പഠിപ്പിക്കുന്നത്. നിസ്സാര കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഒരു വചനം തെറ്റിച്ചപ്പോൾ ഏതൻ തോട്ടം അതിൽ ഇന്ന് വരെ മരണം കടന്നു വരുന്നു. ഇവർ എത്രയോ വചനങ്ങൾ തെറ്റിക്കുന്നു. നോക്കുക, റോമർ 6:8 പറയുന്നു, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുക കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവൻ. സ്തോത്രം ദൈവത്തിന്. റോമർ 7:25, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പം സ്തോത്രം ദൈവത്തിന്, മനുഷ്യരോട് പറയാനുള്ളതല്ല. വീണ്ടും 2 തെസ്സലോനിക്കർ 1:13, ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിലും വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കുക കൊണ്ട്. അപ്പോൾ ഈ വചനം തിരഞ്ഞെടുക്കുക കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തിന് എപ്പോഴും സ്തുതിയും സ്തോത്രം ഉണ്ടാകട്ടെ. അപ്പം ദൈവത്തിന് സ്തോത്രം കൊടുക്കാതിരിക്കുന്നവരെ ദൈവം എന്തായിട്ട് എടുത്തിട്ടില്ല? പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കുമായി തിരഞ്ഞെടുത്തിട്ടില്ല. രക്ഷയ്ക്കായിട്ട് വേണമെങ്കിൽ തന്നെ, അല്ലെങ്കിൽ വിശുദ്ധിക്കായിട്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് വന്നാൽ പിന്നെ തെറ്റുപഠിപ്പിക്കാൻ പറ്റില്ല, സകല സത്യത്തിലും വഴി നടത്തും. എബ്രായ ലേഖനം 13:5, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിപ്പിൻ. ദൈവത്തിനാണ് സ്തോത്രം അർപ്പിക്കേണ്ടത്. 2 കൊരിന്ത്യർ 8:16, നിങ്ങൾക്ക് വേണ്ടി തീത്തോസിൻ്റെ ഹൃദയത്തിലും ഈ ജാഗ്രത നൽകിയ ദൈവത്തിന് സ്തോത്രം. ഈ സഭകൾക്ക് എന്ത് പഠിപ്പിക്കുന്നു? ഈ പുരോഹിതന്മാർ മുഴുവൻ പരിശുദ്ധാത്മാവുണ്ടെന്ന് വെച്ച് സംസാരിച്ച് ജനങ്ങളെ പറ്റിച്ച് പണം വാങ്ങിച്ച് ജീവിക്കുന്നതല്ലാതെ പരിശുദ്ധാത്മാവ് പ്രാപിക്കാനായിട്ട് ഓരോരുത്തർ കർത്താവ് യേശുക്രിസ്തു നാമത്തെ സ്ഥാനമേൽപ്പിൻ, എങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഈ വാഗ്ദത്തം നിങ്ങൾക്ക്, അതായത് യഹൂദന്മാർ അവിടെ കൂടിയിരുന്നവർക്കും നിങ്ങൾ അവരുടെ തലമുറകൾക്കും പിന്നെ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥരായ ഏവർക്കും, അവരാണ് നമ്മൾ ദൂരസ്ഥരായ ജാതികൾ. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തതുകൊണ്ടാണ് ഇവർക്ക് ഈ വചനങ്ങളൊന്നും ഗ്രഹിക്കാതെ ജഡീകമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സഭകളിൽ ഇരിക്കുന്നവർക്കും ഇത് മനസ്സിലാകുന്നില്ല. പക്ഷേ പ്രീഡെസ്റ്റിനേഷനുള്ള ജീവിതത്തിൽ പേരെഴുതിപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക, കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. നോക്കാം, 2 കൊരിന്ത്യർ 9:11, ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകും. ദൈവത്തിന് സ്തോത്രം കൊടുക്കുന്ന ആത്മീക സമ്പന്നതയാണ്, ഇന്നത്തെ ജഡീക സമ്പന്നതയല്ല. ഇനി മനുഷ്യരെ കാണുമ്പോൾ യേശുക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇവിടെ മത്തായി 28:9, എന്നാൽ യേശു അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവൻ്റെ കാൽ പിടിച്ചു അവനെ നമസ്കരിച്ചു. അപ്പോൾ വന്ദനം, നമ്മൾ പ്രൈസ് ദി ലോർഡ്, ദൈവനാമം മഹത്വപ്പെടട്ടെ, നിങ്ങളെ കണ്ടതിൽ ദൈവനാമം മഹത്വപ്പെടട്ടെ എന്നാണ് പറയേണ്ടത്. സ്തോത്രം മനുഷ്യരോടോ പുരോഹിതനോടോ ആരോടും പറയാൻ പാടില്ല, ദൈവത്തോട് മാത്രം. മത്തായി 1:28, ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്നിട്ട് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഇതിനാണ് നമ്മൾ പ്രൈസ് ദി ലോർഡ്, ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ഒരു വിശ്വാസികൾ അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക, ദൈവത്തിൻ്റെ വചനം എടുത്ത് പറഞ്ഞു കൊടുക്കുക. വചനവിരുദ്ധമായി നിൽക്കുന്നെങ്കിൽ എതിർ ക്രിസ്തുവാണ്. അവർ സഭയിൽ വേണം. 3 ടൈപ്പ് ജനം വേണം, വിശ്വാസി, അവിശ്വാസി, നാട്യ ക്രിസ്ത്യാനി. 3 ടൈപ്പ് ജനം എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഭാഗത്തേക്ക് ചേർന്ന് നിൽക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.